സൈലൻസ്. നാൻസി എവിടെ? അവള് പനിയാ തലവേനന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കിടന്നു. ആണോ? അതെ മാം. സിസ്റ്റർ ഒന്ന് പോയി നോക്കിയേ. സൈലൻസ്. നാൻസിക്ക് എന്ത് പറ്റി? അവൾക്ക് തലവേനയാ. അയ്യോ സിസ്റ്റർ വിളിക്കില്ല. അവളിപ്പോ കിടന്നേ ഉള്ളൂ. അവൾക്ക് നല്ല തലവേനയുണ്ട്. ആണോ? ഇപ്പോൾ മിക്കവാറും മെനക്കേടാവും. നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വരും. എന്നാ ഞാൻ രാവിലെ ഒന്ന് വിളിച്ചോളാം. ശരി. ശരി. രക്ഷപ്പെട്ടു. എന്തായി? മധുരെ അവൾക്ക് തീരെ വയ്യ. പനിയാണെന്ന് തോന്നുന്നു. പോച്ചു മൂടി കിടന്നുറങ്ങോ. ശരി. റിപ്പർ തല്ലിക്കൊന്ന മദറിന്റെ പ്രേതമല്ല, സാക്ഷാൽ റിപ്പർ വന്നാൽ പോലും എനിക്കൊരു ചുക്കുമില്ല. സണ്ണി ചേച്ചിയെ കണ്ടു മടുത്തു. പുതിയ ഐറ്റം വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കളയാം. നന്നോ? കള്ളിക്കട എന്തൊരു വീര്യ. മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് ഉറങ്ങുന്നില്ലേ? ഓക്കെ. ചേട്ടാ, അയ്യോ, ഇതെന്താ മഴയോ? എന്ത് പറ്റി? എന്താ? അയ്യോ ചേട്ടൻ ഞാനാ. ഞാൻ കണ്ടു. ആരെ കണ്ടുന്ന്? അയ്യോ, റിപ്പർ തല്ലിക്കൊന്ന മദറിന്റെ പ്രേതത്തെ ഇന്നലെ ഞാൻ കണ്ടു. എന്താടി അവിടെ? ആർക്കൊന്ന് ക്ലാസ്സിലോട്ടൊന്നും പോണ്ടേ? മദറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അങ്ങോട്ടും കുറച്ച് പറയാനുണ്ട്. റൂമിലോട്ട് വാ. മദറേ, എനിക്കൊരു പരാതിയുണ്ട്. തന്നെ കുറിച്ച് എനിക്കും പരാതിയുണ്ട്. എന്ത് പരാതി? പുറകോട്ടേക്ക്. താനിവിടെ വന്നിരിക്കുന്നേ കള്ളുടിക്കാനല്ല. തന്റെ ക്യാബിന്റെ അവിടെ നിന്ന് 2 കാലി കുപ്പി കിട്ടിയല്ലോ. 2 കാലിക്കുപ്പി കിട്ടിയെന്നോ? അയ്യോ. എങ്കിലേ അതാ റിപ്പർ കൊന്ന മദറിന്റെ പ്രേതം കൊണ്ട് ഇട്ടതായിരിക്കും. റിപ്പർ കൊന്ന മദറോ? ഇന്നലെ കൂടി ഞാൻ കണ്ടതാ. ഇമാതിരി കള്ളക്കഥകൾ പറഞ്ഞ താൻ ഇവിടെ കാണേല. കണ്ട കാര്യം കണ്ടതുപോലെ ഞാൻ പറയും. മദറിന്റെ ഈ വേഷം ഇട്ടോണ്ട് മതിലിന്റെ മുകളിൽ കൂടെ റിപ്പർ കൊന്ന മദറിന്റെ പ്രേതം പോകുന്നത് ഞാൻ കണ്ടതാ, എന്റെ ഈ കണ്ണുകൊണ്ട്. എത്ര മണിക്കാ കണ്ടേ? ഒരു 11, 11:30, 12 മണിയായി കാണും. താൻ പൊക്കോ. ഈ പ്രേതത്തെ ഞാൻ പൂട്ടിക്കോളാം. പെട്ടെന്ന് പൂട്ടിക്കോ. നശിപ്പിച്ചു. എന്താ? നിന്റെ മദർ വിളിക്കുന്നു. കൂടെ ആ കാത്ത സിസ്റ്ററും താഴെ വന്നിട്ടുണ്ട്. പണി പോലെ. ഞാൻ വന്നോളാം. പൊക്കോ. വന്നാ മതി. അറിയാലോ, മദർ ഭയങ്കര സ്ട്രിക്റ്റാ. ഡിസിപ്ലിൻ മസ്റ്റാ. ഗുഡ് മോർണിംഗ്. എന്തിനാണ് വിളിച്ചേ? നീ ഇതെവിടെയായിരുന്നു? ഞാൻ അവിടെ ഹോസ്റ്റലിൽ. ഞാൻ വരെ എവിടെ? മദർ അന്വേഷിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. ആണല്ലേ? ഇവളൊന്നും കൊണ്ട് പഠിക്കരുത് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങടി. എത്രയായി? 50 രൂപ. 50 രൂപയോ? എന്റെ ആളാ, കളിക്കാതെ കാശെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിന്റെ ചേട്ടൻ ഇവിടുത്തെ എസ് ആയിട്ടുണ്ട്. നിന്നെ ഇങ്ങോട്ട് മാറ്റിയതിന്റെ കാര്യം അറിയാമല്ലോ. അടങ്ങി നിന്നോണം. ഇവിടെ പല പെൺപിള്ളാരും കാണും വില്ലത്തിമാരായിട്ട്. അവരുടെ കൂടങ്ങാനും കൂടി വല്ല വള്ളിക്കിട്ട ചുള്ളിക്കിട്ട എടുത്തിട്ടുണ്ടോ? കൊല്ലും നിന്നെ ഞാൻ. ആരാ നീ ആരാ? ഞാൻ അവിടെ ഇവിടെ ഇവിടെ ചേർക്കാൻ വന്നതാ. എന്റെ മരുമോളാ. ഇവിടുത്തെ എസ്ഐയുടെ അനിയത്തിയാ ഇടിയൻ. അതിന് നിന്നെ ഞാൻ അതെ അമ്മാവൻ ഇത്തിരി ചൂടനാ. സോറി ഫോർ ദാറ്റ്. അവിടെ കേട്ടെ. ഇയാള് ലാലേട്ട ഫാനാണോ മമ്മൂക്ക ഫാനാണോ? എനിക്ക് രണ്ടുപേരും ഇഷ്ടാ. പക്ഷെ ഞാൻ ലാലേട്ട ഫാനാ. ഓൾ ദി ബെസ്റ്റ്. കാണാം. എടി നിന്റെ പേരെന്നാടി? നാൻസി റാണി. നാൻസി റാണി. പിന്നെ ഞാൻ മമ്മൂക്കപ്പാനാ. വെറുതെ അല്ല ഇത്രയും ഗ്ലാമർ. ഗ്ലാമറോ? എനിക്കോ? എന്റെ കൊച്ചിനെ നോക്കിക്കോ.
അത് ഞാൻ മാമന്റെ മോള് വാ പോട്ടെ. അല്ല മാഡം എന്താ ഈ വഴിക്ക്? അല്ല, പരീക്ഷ എഴുതാനായിട്ട്. ഓ, പരീക്ഷ എഴുതാൻ വന്നാണോ? വളരെ നേരത്തെയാണല്ലോ വന്നത്. സർ ആക്ച്വലി എൻ്റെ ഹോസ്റ്റലിൽ ഒരു കുട്ടിക്ക് വയ്യായിരുന്നു, അപ്പോൾ അത് അവളുടെ നോ 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 നോ. പ്ലീസ് 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 പറ്റത്തില്ല, ഇറങ്ങി പോടി. എൻ്റെ പൊന്ന് സാറല്ലേ, പ്ലീസ്. കയറി പോടി. താങ്ക് യു സർ. താമസിച്ച് വന്നിട്ട് ഉടായിപ്പോല്ലാം കാണിച്ചാലുണ്ടല്ലോ. ടൈം തീരാറായി. അറിയാവുന്നതൊക്കെ വേഗം എഴുതിക്കോ. ഒരൊറ്റ മിനിറ്റ് ഞാൻ എക്സ്ട്രാ തരത്തില്ല. ഞാൻ വേണം വിളിച്ചാൽ എഴുതണം അങ്ങോട്ട്. പരീക്ഷ എഴുതാൻ വന്നേക്കും. എനിക്കിങ്ങ് വേണ്ട, പൊടി. നന്നായ നിന്റെ പണി കഴിഞ്ഞടാ. ചുഴലി ഒരുപാട് ചുഴലി കണ്ടതാ കേട്ടാ. കഴിഞ്ഞോ? കഴിഞ്ഞടാ. ഇങ്ങോട്ട് വാടാ. നിന്റെ അടുത്താ നിന്റെ കളി. അവൻ കൂട്ടിനിക്കർ വിട്ടുണ്ട് വന്നേക്കുന്നവൻ. ഒന്ന് നിൽക്ക് സാറേ, ഞാൻ സത്യമായിട്ടും കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ അറിയാതെ ഫോൺ അവിടെ വെച്ചതാ സാർ. പ്ലീസ് പ്രശ്നം ഉണ്ടാക്കുക സാർ. പ്ലീസ് എൻ്റെ പേപ്പർ ഒന്ന് തരുമോ പ്ലീസ്? ഞാൻ നിന്റെ ആ ലോക്കൽ ഗാർഡിയൻ ഉണ്ടല്ലോ, ആ കന്യാസ്ത്രീ, അവരെ ഒന്ന് കാണട്ടെ. ഒന്ന് വിളിക്കുന്നുണ്ട് ഞാൻ അവരെ. അവിടെ ഒരു മൊബൈൽ നിന്റെ ചേട്ടൻ കാരണം എന്താടോ കോപ്പേ? നീ എവിടെയായിരുന്നു? ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ കാരണം എന്നെ പിടിച്ചു. എവിടെ പഠിച്ചു? ഒറ്റ ചവിട്ട് വെച്ചിരുന്നു ഞാൻ. എന്താ കാര്യം? പിന്നെ എടി, ഞാൻ വിളിച്ചത് നമ്മുടെ ഉണ്ണിയേട്ടനല്ലേ, പ്രൊഡ്യൂസർ. ഉണ്ണിയേട്ടനോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ പുതിയ പടത്തിലെ നായികരെന്നറിയോ? ഈ നാടിന്റെ സ്വന്തം അഭിമാനമായ നാൻസി റാണി. ഒന്ന് പോടാ. ചേട്ടാ കാര്യം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടൻ തള്ളിക്കളയാൻ പറ്റുമോ? ആ എന്നിട്ട് പക്ഷെ എൻ്റെ ഇടി നീ അങ്ങോട്ടൊന്ന് ചെല്ല്. അയാൾ മറ്റേ ഹോട്ടൽ നാഷണൽ പാർക്കിലുണ്ട്. നാളെ അഭിനയിച്ച് തകർക്കുന്നു. ഏയ് ഹോട്ടലൊന്നും പോകാൻ പറ്റത്തില്ല. അന്ന് ശരിയാത്തില്ല. നീ അങ്ങോട്ട് ചെല്ല്. ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ട്രസ്റ്റ് മീ. ഓക്കെ, യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ് മൈ ലേഡി. ഓക്കെ. ഹായ്. ഹലോ മാം. മിസ്റ്റർ ഉണ്ണിവലി വീട്ടിൽ. Sure, let me check. I have a visitor for you. Ma'am, room 111. He's asking to the room. നാൻസി. നിന്റെ ഫ്രണ്ട് ഈ ഉണ്ണി ആൾ ഡീസന്റ് ആണല്ലോ അല്ലേ? പുള്ളി ആള് തങ്ക വന്നേ. ഉറപ്പാണല്ലോ? ഉറപ്പല്ലേ, നീ ചെല്ല്. ഓക്കെ ഓക്കെ. ഇവിടെ താഴെ. അച്ചടാ, അച്ഛനെവിടെ? അച്ഛൻ മരിച്ചിട്ട് 6 മാസമായാലും. അല്ല, പ്രൊഡ്യൂസർ ഞാൻ തന്നെയാ. ഞാൻ തന്നെയാ. വരൂ വാ, ഇരിക്കൂട്ടോ. അയ്യടാ ഹൈ. നാൻസി അല്ലേ? കുടിക്കാൻ എന്താ? ടീ, കോഫി, സംതിങ് ഹോട്ട്? നമുക്ക് ലോബിയിലിരുന്ന് സംസാരിക്കാവോ? എന്തിനു ലോബി? ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാൽ മതി. സർ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്ത വർഷം ഒരു പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൽ നായിക നാൻസിയാണ്.
അയ്യോ അങ്ങനെ വേണ്ട. വേണ്ടേ? ഒരു ഓഡിഷൻ ഒക്കെ നടത്തി ടാലന്റ് ഉണ്ടെന്ന് തോന്നെങ്കിലും മതി. എന്തിനു ഓഡീഷൻ? ഞാനാണല്ലോ പൈസ കൊടുക്കുന്നത്. ഡയറക്ടർ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ. അങ്ങനെ അയ്യോ വേണല്ലോ. അങ്ങനെയല്ലല്ലോ അതിന്റെ ഒരു രീതി. ഓക്കെയാണ്. ഞാൻ പറഞ്ഞേ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബി കൂൾ, സെറ്റാണ്. പിന്നെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. എന്താ? അല്ല, ഒരു പാലടുമ്പോ നടക്കും പാലിട്ട് അയ്യോ കൊള്ളക്കുള്ള